ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക ഭരണവിരുദ്ധ വികാരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണ കവർച്ച കേസ്, അത് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട രണ്ട് വിഷയങ്ങളായിരുന്നു. LDFന് വലിയ തകർച്ച നേരിട്ടത് ഈ കാരണങ്ങളാലാണെന്നുള്ളത് CPM-നും അറിയാം, CPM നേതാക്കൾക്കും എല്ലാവർക്കും അറിയാം. പക്ഷെ അവരത് പരസ്യമായിട്ട് സമ്മതിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നാണ് അന്നും ഇന്നും പിണറായി വിജയൻ പറയുന്നത്. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ UDFന് ഒരു 84 സീറ്റിൽ വരെ മേൽക്കൈയുണ്ട്. 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. അത് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും നിലനിർത്താൻ പറ്റും എന്ന കണക്കുകൂട്ടലിലാണ് UDF മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ തിരിച്ചടി, വലിയ തോതിൽ ഹൈന്ദവ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെട്ടത്, CPM-ന് നഷ്ടപ്പെട്ടത് അവരൊരു വീണ്ടും വിചാരത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചതാണ്. ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ വൻതോതിൽ BJP-യിലേക്ക് പോവുക. അവരൊരു മൃദു ഹിന്ദുത്വ നിലപാട് ഇതിനിടയ്ക്ക് സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റും പേരിൽ UDF-നെയും കോൺഗ്രസിനെയും വിമർശിക്കാൻ തുടങ്ങി. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് പരസ്യമായി കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്ന പാർട്ടിയാണ്. അതൊക്കെ മറന്ന് അതിന്റെ പേരിൽ കോൺഗ്രസിനെ വിമർശിക്കാനും പരിഹസിക്കാനും ഒക്കെ ആരംഭിച്ചു. അത് മാത്രമല്ല, ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനം CPM-ന് ഉണ്ടായതായിട്ട് ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് അനുകൂലമായിട്ടുള്ളൊരു ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണം ഉണ്ടാകുമെന്നൊരു കണക്കുകൂട്ടലുണ്ട്. ആ വസ്തുതയിലും UDF വലിയ വിജയപ്രതീക്ഷ കാണുന്നുണ്ട്.